കേരളത്തിന് അതിവേഗ റെയിൽ അനുവദിക്കുന്നതിൽ ഇരട്ടത്താപ്പ് തുടർന്ന കേന്ദ്രം. ഇ ശ്രീധരൻ സമർപ്പിച്ച റിപ്പോർട്ടിൽ ആരാണ് DPR തയ്യാറാക്കുകയെന്ന ജോൺ ബ്രിട്ടാസ് എംപിയുടെ ചോദ്യത്തിന് റെയിൽവേ മന്ത്രിക്ക് ഉത്തരം മുട്ടി. അതിവേഗ റെയിൽ പാതയിൽ സംസ്ഥാന സർക്കാർ സമർപ്പിച്ച കെ-റെയിൽ ഉൾപ്പെടെ 3 പദ്ധതികളിൽ ഒരെണ്ണം അംഗീകരിക്കുമെന്ന രാജ്യസഭാ അധ്യക്ഷന്റെ ചോദ്യത്തിനും മന്ത്രി വ്യക്തമായ മറുപടി നൽകിയില്ല. കേരളത്തിലെ അതിവേഗ റെയിൽ കോറിഡോറും ഇ ശ്രീധരൻ സമർപ്പിച്ച സാധ്യതാ പഠനത്തെക്കുറിച്ചും രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസ് MP ഉന്നയിച്ച ചോദ്യത്തിന് വ്യക്തമായ മറുപടി നൽകാൻ തയ്യാറാകാതെ ഇ ശ്രീധരനെ പുകഴ്ത്തുക മാത്രമാണ് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ചെയ്തത്. 150 കിലോമീറ്റർ വേഗതയുള്ള റെയിൽവേ ലൈനാണ് ഇ ശ്രീധരന്റെ പ്രപ്പോസലെന്നും പ്രപ്പോസൽ വിശദമായി പരിശോധിച്ചുവെന്നും മന്ത്രി പറഞ്ഞു. നിലവിൽ കേരളത്തിലെ അതിവേഗ പാതയ്ക്കായി 3 പ്രപ്പോസലുകൾ നിലവിലുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ കെ-റെയിൽ, മംഗലാപുരം മുതൽ കോട്ടയം വഴി നാഗർകോവിൽ വരെയുള്ള റെയിൽവേയുടെ പദ്ധതി, ഇ ശ്രീധരന്റെ പദ്ധതി എന്നിവയാണ് നിലവിലുള്ളത്. Dr. Sridharan has given a proposal. I have the proposal with me. And I would like to also commend and appreciate the services of Dr. Sridharan. Even at 93 years, he is so active and he is so always looking at new ideas. His proposal is basically for a 180 kmph railway line. He has given option of 16 tons low axle load railway line at standard gauge, and he has proposed a elevated line throughout the entire north to south in Kerala. അതേസമയം ഇ ശ്രീധരൻ സമർപ്പിച്ച റിപ്പോർട്ടിൽ ആരാണ് DPR തയ്യാറാക്കുകയെന്നും അതൊരു അതിവേഗ പാതയായി കണക്കാക്കാനാകുമോ എന്നും ജോൺ ബ്രിട്ടാസ് MP ചോദിച്ചു. Who will prepare the DPR on the basis of the proposal of Sridharan, and will it be considered a high-speed corridor as Kerala has been left out? He didn't answer that. He made some wild political allegation. 3 പദ്ധതികൾ പരിശോധിച്ച ശേഷം 1 കേരളത്തിന് നൽകുമെന്ന് ഉറപ്പു നൽകുമോ എന്ന് രാജ്യസഭാ അധ്യക്ഷൻ CP രാധാകൃഷ്ണൻ ചോദിച്ചെങ്കിലും അതിനും മന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമായ മറുപടി നൽകിയില്ല. കൈരളി ന്യൂസ്, ദില്ലി.